നമസ്കാരം. കേരള കാർഷിക സർവകലാശാലയിലെ വെള്ളാനിക്കര ഗ്രാമീണ കൃഷി മോസം സേവാ യൂണിറ്റ് 2026 മെയ് 26-ാം തീയതി തയ്യാറാക്കിയ കാർഷിക കാലാവസ്ഥാ നിർദ്ദേശിക ബുള്ളറ്റിൻ. ഭാരതീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കൂടുതൽ മുന്നേറുന്നതിന്റെ അനുകൂലമായ സാഹചര്യങ്ങളാൽ പ്രകടമായിരിക്കുന്നു. തെക്ക് കിഴക്കൻ അറബിക്കടലിനും പരിസര പ്രദേശങ്ങൾക്കും മുകളിലായി ഒരു ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു. പടിഞ്ഞാറൻ മധ്യ ബംഗാൾ ഉൾക്കടലിലും പരിസര പ്രദേശങ്ങൾക്കും മുകളിലായി മറ്റൊരു ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു. ജില്ലയിൽ സാമാന്യ ഭേദപ്പെട്ട മഴയ്ക്ക് സാധ്യത. ജില്ലയിൽ വരും ദിവസങ്ങളിൽ കൂടിയ അന്തരീക്ഷ താപനില 34 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ അന്തരീക്ഷ താപനില 25 ഡിഗ്രി സെൽഷ്യസ് ആകാനുമാണ് സാധ്യത. അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് 70 മുതൽ 85%, കാറ്റിന്റെ വേഗത മണിക്കൂറിൽ ഏകദേശം 3 മുതൽ 4 കിലോമീറ്റർ വരെ ആകാനാണ് സാധ്യത. പൊതുനിർദ്ദേശങ്ങൾ. കാലവർഷം ആരംഭിക്കുന്നതിന് മുമ്പേ കാർഷിക വിളകൾക്ക് പ്രത്യേക വിളപരിപാലനം നടത്തേണ്ടതാണ്. കൃഷിയിടങ്ങളിൽ വേണ്ടത്ര നീർവാർച്ച സൗകര്യം മെച്ചപ്പെടുത്തുക. വാഴകൾക്ക് താങ്ങുകാലുകൾ നൽകുക. പച്ചക്കറി പന്തലുകൾ കൂടുതൽ ബലപ്പെടുത്തുക. കർഷകർക്കും കന്നുകാലികൾക്കും ഇടിമിന്നൽ ഏൽക്കാതിരിക്കാൻ തുറസായ സ്ഥലങ്ങളിൽ നിൽക്കാതിരിക്കുക. വിരിപ്പ് കൃഷി ഇറക്കുന്ന പാടങ്ങളിൽ നിലം ഒരുക്കലും ഞാറ്റിയടി തയ്യാറാക്കലും ചെയ്യാം. 1 കിലോഗ്രാം വിത്തിന് 10 ഗ്രാം സൂഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിന് കലക്കിയ ലായനിയിൽ നെൽവിത്ത് അരമണിക്കൂർ കുതിർത്ത് വെച്ച് വിതയ്ക്കുക. കാലവർഷം തുടങ്ങുന്നതിന് മുൻപായി തെങ്ങിൻ തൈകൾക്കും കവുങ്ങിൻ തൈകൾക്കും നടാനുള്ള കുഴികൾ ഇപ്പോൾ തയ്യാറാക്കാം. ഇഞ്ചി, മഞ്ഞൾ എന്നിവ നടാനായിട്ട് നിലമൊരുക്കുന്ന സമയത്ത് ഒരു സെന്റിന് 2 മുതൽ 3 കിലോ വരെ കുമ്മായം ഇട്ടുകൊടുക്കാം. മൂടിച്ചീയൽ രോഗം തടയുന്നതിന് മുൻകരുതലായി ഇഞ്ചി വിത്തും മഞ്ഞൾ വിത്തും 3 ഗ്രാം മാംഗോസേബ് 1 ലിറ്റർ അല്ലെങ്കിൽ സൂഡോമോണാസ് ലായനിയിൽ 30 മിനിറ്റ് മുക്കിവെച്ച ശേഷം നടുക. 90 കിലോ ചാണകപ്പൊടി 1 കിലോ ട്രൈക്കോഡർമയായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിർത്തണം. 2 ആഴ്ച തണലത്ത് വെച്ച ശേഷം തടത്തിൽ ഇട്ടുകൊടുക്കാം. മൃഗസംരക്ഷണം. കാലിത്തീറ്റയിൽ പൂപ്പൽ വിഷബാധയേൽക്കാതെ സൂക്ഷിക്കുക. ചെള്ള്, ഈച്ച, പേൻ തുടങ്ങിയ ബാഹ്യപരാധങ്ങൾക്കു എതിരെ ജാഗ്രത പുലർത്തണം. തൊഴുത്തിലോ പരിസരത്തോ എലിശല്യമില്ലാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. എലിയിൽ നിന്നു പകരുന്ന എലിപ്പനി അഥവാ ലെപ്റ്റോപൈറോസിസ് എന്ന രോഗം ഉരുക്കൾക്കും കർഷകർക്കും ഒരേപോലെ മാരകമാണ്. നന്ദി.